എല്ലാ ഷാലോം ടിവി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. സെന്റ് പോൾസ് പബ്ലിക് സ്കൂൾ കുരിയച്ചിറ അവതരിപ്പിക്കുന്ന പരിപാടികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയലുകളേറെ വേലക്കാരോ ചുരുക്കം, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ സ്വർഗീയ പാതയിൽ മുന്നേറുവാനുള്ള ആഹ്വാനവുമായി സ്വർഗീയ യജമാനന് സ്വാഗതമോതുന്ന ഒരു സംഘഗാനവുമായി എത്തുന്നു നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച്. കൊയ്ത്തിന്റെ നാദം വന്ന് അതിരുകളെല്ലാം മാറി ചേർത്ത് വേഗത്തിൽ ആഹാ വേഗത്തിൽ
ശബ്ദത്തോടെ പാടുന്നേ, ജയഘോഷം പാടുന്നേ. ഇനി കണ്ണീരില്ല, മുരളിയില്ല, ദുഃഖമില്ല, നിത്യതയിൽ ദൂതന്മാരും മൂപ്പന്മാരും ചേർന്ന് പാടും നിത്യതയിൽ. ഇനി കണ്ണീരില്ല, കണ്ണീരില്ല, മുരളിയില്ല, മുരളിയില്ല, ദുഃഖമില്ല, ദുഃഖമില്ല, നിത്യതയിൽ നിത്യതയിൽ ദൂതന്മാരും ദൂതന്മാരും മൂപ്പന്മാരും മൂപ്പന്മാരും ചേർന്ന് പാടും നിത്യതയിൽ. അന്നാളിൽ കള്ളപ്പെട്ട് നെഞ്ചം കീറി കണ്ണീർ വാർത്താൽ കാര്യമില്ല സോദരാ. അനുതാപമോടെ നീ പാപത്തിൻ വഴി മാറ്റി യേശുവിനെ നേടുക. ഇപ്പോൾ യേശുവിനെ നേടുക. മനസ്സാകും തമ്പുരുവിൽ നിന്ന് സ്നേഹമാം വർണ്ണങ്ങളുതിർക്കുന്ന എന്നാത്മവിദ്യാലയമേ, എന്നോർമ്മയിലെന്നും നീ ഒരു പൊൻതൂവലായി വിളങ്ങും. ഏതാനും വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീരാവുന്നതല്ല എൻ്റെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന വർണ്ണവിസ്മയങ്ങൾ. ഈ വിദ്യാലയത്തിലെ ഓരോ മണൽ തരിക്ക് പോലും നമ്മോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഇടനാഴികളിലൂടെ ഞാൻ നീങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിവരുന്ന ഒരുപാട് ചിന്താശകലങ്ങളുണ്ട്. മഹത് വ്യക്തികളുടെ ജീവിത മാതൃക അനുസരിച്ച് ജീവിക്കാൻ പര്യാപ്തമായ രീതിയിലാണ് കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നത്. ഇതുവഴി ഈ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നത് വഴി നമ്മൾ ആ വ്യക്തികളെക്കുറിച്ച് കൂടുതലായി പഠിക്കുകയും അവരിലെ നന്മയെ നമ്മളിലേക്ക് ആകർഷിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ആത്മവിശ്വാസം വളരെയധികം കൂട്ടുന്നു. അതുപോലെ തന്നെ ക്ലാസ് മുറിയിൽ പഠനത്തിന് മാത്രമല്ല സ്കൂളിൽ പ്രാധാന്യം നൽകുന്നത്. ഓരോ കുട്ടിക്കും സാമൂഹിക പ്രതിബദ്ധത, ബോധം എന്നിവ വളർത്തിയെടുക്കാൻ സ്കൂൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ക്ലാസ് മുറിയിലെ പഠനത്തിന് ശേഷം വരാന്തകളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് ചിത്രങ്ങളും ശകലങ്ങളുമുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് ദുഃഖങ്ങൾ തരണേ, എന്നാലേ ഞാൻ നിന്നെ ഓർമ്മിക്കുകയുള്ളൂ. പിന്നെയുമുണ്ട് എനിക്ക് ഒരുപാട് ഈ സ്കൂളിനെ കുറിച്ച് പറയാൻ. എന്നെ ഏറ്റവും അധികം ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്ഥലം ഇവിടുത്തെ പ്രാർത്ഥനാ മുറിയാണ്. സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനുള്ളൊരു സൗകര്യം നമ്മുടെ പ്രാർത്ഥനാ മുറി നമുക്ക് ഒരുക്കി തരുന്നു. എത്ര അസ്വസ്ഥമായ മനസ്സായാലും പ്രാർത്ഥനാ മുറിയിൽ കയറുന്നതോടുകൂടി ശാന്തമാകുന്നു. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം നമ്മുടെ ഈശോയുമായി പങ്കുവെക്കുന്നു. ആ മുറിയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം പോലും ഉണ്ടാവുകയില്ല. എന്നും പ്രാർത്ഥനാ മുറിയിൽ പോകുന്ന ഞാൻ ഒരു ദിവസം കാലത്ത് പോകാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ വിഷമം വളരെയധികം അനുഭവിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ നഷ്ടപ്പെടുത്തിയാൽ എൻ്റെ അന്നത്തെ ദിവസം മൊത്തം എന്തോ വലിയൊരു കാര്യം ഞാൻ നഷ്ടപ്പെടുത്തി എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സ്കൂൾ വഴിയാണ്. എന്നിലൊരു നല്ല പാട്ടുകാരിയുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് ഈ സ്കൂളാണ്. ഇപ്പോൾ ഏത് മൈക്കിൻ്റെ മുൻപിലും യാതൊരു വിഷമവും കൂടാതെ പാടാൻ എനിക്ക് സാധിക്കുന്നു. അതിന് ഞാൻ ഈ സ്കൂളിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഈ സ്കൂളിനെ കുറിച്ചുള്ള ഓർമ്മകൾ വളരെ വലുതാണ്. എൻ്റെ ഓർമ്മച്ചെപ്പുകളിൽ ഏതാനും മുത്തുകൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. ഈ സ്കൂളിലെ പ്രകൃതിയെയും ഈ സ്കൂളിലെ പ്രിൻസിപ്പളിനും ടീച്ചേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ സ്കൂളിൻ്റെ ഭാഗമായി തീരാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും. നീതിക്ക് വേണ്ടി രാജാവിൻ്റെ തിരുമുമ്പിലെത്തുന്ന കരുതലിൻ്റെ വാത്സല്യത്തിൻ്റെ ഉദാത്തഭാവം ആസ്വാദകരിലേക്ക് എത്തിക്കുന്ന നാടോടി നൃത്തം.
നാളൊരു പൊൻ പൈതലുമായി ഇരുനാരികൾ വന്നേ. ഒരു നാളൊരു പൊൻ പൈതലുമായി ഇരുനാരികൾ വന്നേ. അറിവിൻ ഗുരുവാം ശലോമോൻ സവിധേ താണുവണങ്ങുന്നേ. കഥനമിതു കേൾക്കണേ രാജാവേ, ന്യായവിധി ചൊല്ലണേ രാജാവേ. രണ്ടുപേരുമാ കുഞ്ഞിനായിതാ നിന്നു വാദമായി കുഞ്ഞിനമ്മ ഞാൻ താണു കേണു രാജസവിധേ. ഒരു നാളൊരു പൊൻ പൈതലുമായി ഇരുനാരികൾ വന്നേ. അറിവിൻ ഗുരുവാം ശലോമോൻ സവിധേ താണുവണങ്ങുന്നേ. ആരാണേ ആരാണേ നേരമമ്മ രാജാവിനതിശയമായി. നേരാണേ നേരാണേ കള്ളം ചൊന്നാൽ കാണില്ല തലമേലേ. ശലോമോൻ വിജ്ഞാനി കൃപയുള്ളൊരു ജ്ഞാനി, വിധി പറയും വിനയകലും വഴി തെളിച്ചിടും. ദാവീദിൻ രാജൻ യൂദായിൻ രാജൻ, അവനരുളും ഇരുളകലും വിഴി തെളിഞ്ഞിടും. പുഞ്ചിരി പൊഴിയും കുഞ്ഞിനെ നോക്കി ശലോമോൻ ചിരി തൂകി. കേഴും നാരികൾ കാൺകേ ശലോമോൻ മിഴി കൂപ്പി. ഇരുവരിലൊരുവൾ സാക്ഷാൽ ജനനി അറിയാൻ വഴിയുണ്ടേ. ആരവിടെ വാളെവിടെ വെട്ടി മുറിക്കൂ ഈ കുഞ്ഞിനെ ഭാഗിക്കൂ ഇരുവർക്കുമായി. അരുതേ കൊല്ലരുതേ എൻ കുഞ്ഞിനെ, കേണു വീണൊരു വളതാ. കൊടുത്തയച്ചാലും കുഞ്ഞിനെ അവൾക്കായി കൊണ്ടുപോയാലും സഖി നീ. എവിടെയായാലും എൻ മകൻ സുഖമായി കഴിഞ്ഞാൽ മതിയൻ രാജൻ. സഖിയോ കുഞ്ഞിനെ മുറിച്ചു വാങ്ങാൻ ശലോമോന്റെ മുന്നിലായി കൈകൂപ്പി. കുഞ്ഞിനെ ഛേദിച്ചു പാതി ചോദിച്ചോളെ നീയല്ല കുഞ്ഞിന്റെ അമ്മ. തഞ്ചോര വാർന്നാലും പ്രാണൻ പിടഞ്ഞാലും അമ്മയ്ക്കു കുഞ്ഞാണു പുണ്യം. ശലോമോൻ വിജ്ഞാനി കൃപയുള്ളൊരു ജ്ഞാനി, അവനരുളി വിധിവചനം വിനയകന്നുപോൽ. കളവിൻ കനിയാളേൽ കരുതുന്നതു പാപം, വിധി നേരം വിനയാകും കളവിൻ മൊഴികൾ. ശലോമോൻ വിജ്ഞാനി കൃപയുള്ളൊരു ജ്ഞാനി, അവനരുളി വിധിവചനം വിനയകന്നുപോൽ. കളവിൻ കനിയാളേൽ കരുതുന്നതു പാപം, വിധി നേരം വിനയാകും കളവിൻ മൊഴികൾ.
കന്ദേശ എന്ന സുറിയാനി പദത്തിനർത്ഥം പരിശുദ്ധനായ എന്നാണ്. ദൈവപരിപാലനയിലുള്ള വിശ്വാസമാണ് നാം മാനവലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളതും നാം ദൈവത്തോട് ചോദിച്ചു വാങ്ങേണ്ടതുമായ ഒരു അനുഗ്രഹം. അതെ, പരിശുദ്ധനായ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്ന കന്ദേശ എന്ന ഈരടികൾക്ക് നൃത്തവിസ്മയം തീർത്തുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ ഇതാ വേദിയിൽ.
സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം.